ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹമൊക്കെ നടക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ ജാനകിക്ക് അങ്ങനെ നന്ദുവിനെ ഇഷ്ടമാവുകയും അനിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യാണ്. അതിനായിട്ടുള്ളൊരു പ്രധാന കാരണം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ജാനകിക്ക് ഒരു അപകടം സംഭവിക്കുകയാണ്. ആ സമയത്ത് മറ്റാരും ഇല്ലാത്തപ്പോൾ നമ്മുടെ നന്ദുവാണ് ഓടി വന്ന് രക്ഷിച്ച് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ജാനകിയെ രക്ഷിക്കുന്നത്. അതോടുകൂടി നന്ദുവിനോട് ജാനകിക്ക് ഇഷ്ടമാവുകയും പഴയ കാര്യങ്ങൾക്കെല്ലാം നന്ദുവിനോട് മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ജാനകി ചെന്ന് കനകയും ഗോവിന്ദനെയും ഒക്കെ കണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ, നന്ദുവിനെ എനിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നന്ദുവിനോടുള്ള ജാനകിയുടെ പിണക്കമൊക്കെ അങ്ങ് മാറുകയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ജാനകി ആകെ ടെൻഷനിലാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നയനും കൂടി ഗർഭിണിയായെന്ന് അറിഞ്ഞപ്പം ജാനകിക്കും അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ജലജയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം തന്നെയാണ്. കാരണം എങ്ങനെയെങ്കിലും എന്തെങ്കിലും അസുഖം വന്നിട്ട് നയനയ്ക്ക് നല്ല എന്തെങ്കിലും അസുഖമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ ഈ വാർത്ത കേൾക്കുന്നത്, നയന ഗർഭിണിയാണെന്നുള്ള കാര്യം. അത് കേൾക്കുന്നതോടെ നമ്മുടെ ജലജയുടെ ഗ്യാസ് അങ്ങ് പോവുക. അപ്പം ജലജ മനസ്സിലിങ്ങനെ വിചാരിക്കുക, ദൈവമേ, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിരുന്നു, നീ ഇങ്ങനൊരു ഫലമാണല്ലോ തന്നത്. അച്ഛനെ പോലെ എന്തെങ്കിലും ഒരു മാറാ രോഗമായിരിക്കണേ അവക്കെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഗർഭിണിയായി. ഇനിയിപ്പോൾ എല്ലാവരും കൂടി എടുത്ത് അവളെ തലയിൽ വെച്ച് കൊണ്ട് നടക്കും. എല്ലാവരുടെയും സ്നേഹപ്രകടനവും ശുശ്രൂഷയും ഇതെല്ലാം കാണേണ്ട ഗതികേടാണല്ലോ വന്നത്. നാശം പിടിക്കാനായിട്ട് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് വരും. ഏതായാലും ഇവളുമാരുടെയൊക്കെ തലയിൽ വരച്ചിരിക്കുന്ന വര, എന്തായാലും ഇവളുമാർക്ക് നല്ല സമയം തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളെ ഉണ്ടാവുന്നുള്ളൂ. ബാക്കിയുള്ളവരിവിടെ ടെൻഷൻ അടിച്ച് ചാവുക എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനിലാണ് നമ്മുടെ ജലജ. ഇത് ജാനകിക്കും അത്ര തൃപ്തിയൊന്നുമില്ല. അപ്പം റൂമിലായിരിക്കുന്ന സമയത്ത് അജയൻ ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി നീ ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? നയനമോള് ഗർഭിണിയായിട്ട് നിനക്കൊരു സന്തോഷമില്ലാത്ത പോലെ. അനന്തപുരിയിൽ എല്ലാവർക്കും നല്ല സന്തോഷമല്ലേ, നമ്മൾ സന്തോഷിക്കണ്ടേ? നയനമോൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണ്ടേ എന്ന് ചോദിക്കുക. അപ്പം ജാനകി പറയുന്നുണ്ട്, കൊടുക്കാം, എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ഞാനും വിചാരിച്ചതാ എന്ന് പറയുമ്പം അജയൻ ചോദിക്കുക, എന്നിട്ട് എന്താ നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തതുപോലെ, എന്തോ ഒരു വിഷമം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയാം, ഞാൻ എന്തിനാ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്? ഏടത്തി ഉണ്ടല്ലോ അവളെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കാനായിട്ട്. ഏടത്തിയുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നയനെ അങ്ങോട്ട് എടുത്തോണ്ട് നടക്കുക. എന്തൊരു സ്നേഹപ്രകടനമാ. അപ്പോൾ അജയൻ പറയാം, അത് പിന്നെ അങ്ങനെയല്ലേ, അവരുടെ മരുമകളല്ലേ നയന. നയനയ്ക്കും ആദർശിനും ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നെന്ന് പറയുമ്പം ഏടത്തിക്കും ഏട്ടനും ഒക്കെ സന്തോഷമല്ലേ ഉണ്ടാവുന്നേ. അതിന് നീ ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം ജാനകി എന്ന് ചോദിക്കുക. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എനിക്ക് അസൂയൊന്നുമില്ല, പക്ഷേ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. ഇപ്പോൾ അനാമിക മോളും കൂടെ ഒന്നിച്ച് ജീവിക്കുകയായിരുന്നെങ്കിൽ അവർക്കും ഒരു കുഞ്ഞ് ഇതുപോലെ ഉണ്ടാവുമായിരുന്നെങ്കിൽ നമുക്കും ഇതുപോലെ സന്തോഷിക്കാൻ പാടില്ലായിരുന്നോ? ഞാനും അനാമിക മോളെ പൊന്നുപോലെ നോക്കിയേനെ എന്ന് പറയുക. അപ്പോഴേക്കും അജയൻ പറയാം, നീ ഇനി കഴിഞ്ഞ കാര്യമൊന്നും പറയണ്ട, ചത്ത കൊച്ചിൻ്റെ ജാതകം വായിക്കാനൊന്നും നീ നിൽക്കണ്ടെന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയാം, അല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ ആ നയനയും നവ്യൊക്കെ ഇഷ്ടം. അനാമിക മോളോട് എന്തെല്ലാം ദ്രോഹങ്ങൾ എല്ലാവരും ചെയ്തു കൂട്ടിയത്. എന്നിട്ട് അവൾ പോവുകയും ചെയ്തു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച അനിയും അനാമിക മോളും ഒന്നിച്ച് ജീവിക്കുന്നതും അവർക്കൊരു കുഞ്ഞുണ്ടാകുന്നതും അതിനെ ലാളിക്കുന്നതും ഒക്കെ ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് മനസ്സിന് വല്ലാത്ത പ്രയാസം തോന്നുക. മനസ്സിനാണെങ്കിൽ ഒരു സുഖവും ഇല്ല എന്ന് പറയുമ്പം അജയൻ പറഞ്ഞു കൊടുക്കുക, ഇനിയും അനിയുടെ വിവാഹം നടക്കാമല്ലോ. നീ അനാമികയെ മാത്രമേ നിൻ്റെ മരുമകളായിട്ട് കാണുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. നീ ഒരു കണക്കിന് ചിന്തിച്ച് നോക്ക്, അനിയുടെ ജീവിതത്തിൽ നിന്ന് അനാമിക ഒഴിഞ്ഞു പോയപ്പം അത് എത്രമാത്രം നന്നായി എന്ന് നിനക്കറിയില്ലേ? കാരണം അവൾ ഈ കുടുംബത്തോട് ചെയ്ത ദ്രോഹങ്ങൾ എന്തൊക്കെയാ? അങ്ങനെ ഒരു നശിച്ച മനസ്സുമായിട്ടാണ് അവൾ ഈ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയുള്ളവരെ എല്ലാം ദ്രോഹിക്കാൻ വേണ്ടി മാത്രമാണ് അനാമിക ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരുത്തി കുടുംബത്തിൽ നിന്ന് പോയപ്പോൾ തന്നെ ഇവിടെ എന്തോ ഒരു പോസിറ്റീവ് എനർജി വന്ന പോലെയാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ജാനകിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇനി നമുക്ക് ആ സംസാരം വേണ്ട. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ അങ്ങ് കുഴിച്ചു മൂടിക്കോളാം. ഇനിയിപ്പോൾ ആ നയന ഗർഭിണിയായിട്ടുണ്ടല്ലോ, അത് കണ്ട് നിങ്ങളൊക്കെ അങ്ങ് സന്തോഷിക്കുക എന്ന് പറയാണ്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്,
പറയുന്നുണ്ട്, ഇനിയും എനിക്കൊരു ജീവിതം ഉണ്ടല്ലോ. അനി ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവർ സുഖമായിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് കുട്ടികളുണ്ടാവും. അതും നമ്മുടെ പേരക്കുട്ടികളല്ലേ. അതിനെക്കുറിച്ച് നീ ചിന്തിക്കെന്ന് പറയാം. പിന്നെ ഞാനിനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്താ കാര്യം? അവനോട് വേറൊരു വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ അവൻ ഇനി കഴിക്കുമോ? അവൻ ഇപ്പോഴും ആ നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കല്ലേ ചെയ്യുന്നത്. നന്ദു 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 എന്നൊരു വിചാരം മാത്രമേ അവനുള്ളൂ. അതുകൊണ്ട് മറ്റൊരു വിവാഹത്തെക്കുറിച്ചൊന്നും ഇനി അവൻ ചിന്തിക്കാനേ പോകുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് അജയ് ഏട്ടന് സങ്കടപ്പെടണ്ടെന്ന് പറയാണ്. അപ്പം അജയൻ പറയുന്നുണ്ട്, എന്താണേലും നീ കിടക്ക്, ഇപ്പം അതത്ര വിഷമാക്കാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുക. അങ്ങനെ അവർ കിടക്കാണ് കേട്ടോ. പക്ഷെ ജാനകിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട് മനസ്സിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം ജാനകി രാവിലെ എണീക്കുന്നില്ല. അപ്പോൾ അജയൻ എണീറ്റിട്ട് ജാനകിയെ വിളിക്കുന്നുണ്ട്. ജാനകി, നീ എന്താ എണീക്കാത്ത? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? എന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്തോ അജയേട്ടാ, എനിക്ക് തീരെ വയ്യ. ഒന്നാമത് മനസ്സിനൊരു സുഖമില്ല, രണ്ടാമതാണെങ്കിൽ ഭയങ്കര തലവേദന, എന്താണെന്ന് അറിയില്ല, ഭയങ്കര ക്ഷീണമുണ്ടെന്ന് പറയാണ്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം, പനിയോ വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ചെറിയ ചൂടുണ്ടല്ലോ ജാനകി എന്ന് പറയാം. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അതൊന്നും സാരില്ല അജയേട്ടാ, കുറച്ച് സമയം കിടന്ന് കഴിയുമ്പോഴേക്കും അതങ്ങ് മാറിക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ അജയൻ താഴേക്ക് ചെല്ലുമ്പോൾ ദേവയാനി അജയനോട് ചോദിക്കുന്നുണ്ട്, എന്താ അജയ, ജാനകി ഇതുവരെ താഴേക്ക് വന്നില്ലല്ലോ, എന്തു പറ്റി ജാനകിക്ക് എന്ന് ചോദിക്കുമ്പോൾ അജയൻ പറയാം, അവൾക്കൊന്ന് തീരെ വയ്യ, അവളിങ്ങനെ കിടക്കുകയാണ്, ഭയങ്കര ക്ഷീണമുണ്ട്, ഞാൻ വിളിച്ചതാ, പക്ഷേ എനിക്കതിന് കൂട്ടാക്കിയിട്ടില്ല, നല്ല തലവേദനയാണെന്നാണ് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയാം, ആണോ, എങ്കിൽ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ, ചൂട് കാപ്പി കൊണ്ട് കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് കാപ്പിയൊക്കെ എടുത്തിട്ട് ദേവയാനി ജാനകിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ജാനകി പുതച്ചു മൂടി ഇങ്ങനെ കിടക്കുക. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി, നിനക്ക് എന്ത് പറ്റിയെന്ന് എന്ന് പറയുമ്പോൾ ജാനകി പറയാം, അത് എന്താണെന്നറിയില്ല ഏടത്തി, എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട്. അപ്പം നീ കാപ്പി കുടിക്കുമെന്ന് പറയുമ്പോൾ എനിക്കൊന്നും കഴിക്കാനും കുടിക്കാനും ഒന്നും തോന്നുന്നില്ല, ഒരു വൈലായികയോ അസ്വസ്ഥതയോ ഒക്കെ തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ദേവേനി പറയുന്നുണ്ട്, നീ ഉടനെ അജയനെ കൂട്ടി ആശുപത്രി പോകണം, ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കരുത്, ഇപ്പോഴത്തെ കാലത്ത് ഓരോരോ അസുഖങ്ങളൊക്കെ വരുന്നതെന്ന് നീ കാണുന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഏതായാലും പെട്ടെന്ന് തന്നെ ആശുപത്രി പോകണം, ഞാൻ അജയനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞ് ദേവയാനി താഴേക്ക് പോവാണ്. താഴേക്ക് എന്ന് അജയനോട് പറയുന്നുണ്ട്, അജയ ഇനി ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കേണ്ട, ജാനകിക്ക് തീരെ ഒരു വയ്യായികയാണ്, അതുകൊണ്ട് ഇപ്പോഴത്തെ അസുഖങ്ങളൊക്കെ അല്ലേ, പെട്ടെന്ന് തന്നെ രണ്ടുപേരുടെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയാം. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, അയ്യോ എനിക്കാണെങ്കിൽ രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ, അപ്പം അവരോട് ക്ലയൻസിനോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ളപ്പം എങ്ങനെയാണ് രാവിലെ ഇടത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ജാനകിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഏടത്തി ഒന്ന് കൂടെ പോകാമെന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ശരി ഞാൻ പോകാം, ജാനകിയുടെ കൂടെ ഞാനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയാം. അങ്ങനെ ദേവയാനി വന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി ഞാൻ നിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരാം, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ പോവുക. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയൊക്കെ കണ്ട് ചെക്കപ്പ് ഒക്കെ നടത്തുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നല്ല BP ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പനിക്കോളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഈ മരുന്നൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കണം, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് ടെൻഷൻ അടിക്കാനൊന്നും പോകരുത്, ബോഡി ഭയങ്കര വീക്കാണ്, എന്തോ ഒരു ഇമ്മ്യൂണിറ്റിയുടെ കുറവുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ ശ്രദ്ധിക്കണം ആഹാര കാര്യത്തിലുമൊക്കെ, ഈയിടെയായിട്ട് ഒരുപാട് ടെൻഷനൊക്കെ അടിച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട്, ശരിയാ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിൽ ചെറിയ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായപ്പം ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു ജാനകി എന്ന് പറയാം. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതൊക്കെ മാറ്റി മനസ്സ് ശാന്തമായിട്ടൊക്കെ മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ വലിയ അസുഖങ്ങളൊക്കെ വന്ന് എപ്പോഴെങ്കിലും വീണു പോകാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് അവർ മരുന്നൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തി ജാനകിക്ക് ക്ഷീണമൊക്കെയാണ്. അപ്പം ദേവയാനി ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ നയനയ്ക്കാണെങ്കിൽ ആകെ മൊത്തം ക്ഷീണം, ഛർദി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ദേവയാനി ഫുഡൊക്കെ വിളമ്പി കൊടുക്കുക. അപ്പം നയനയ്ക്ക് പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മോള് നന്നായിട്ട് ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഫുഡ് കൊടുക്കുക. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, ശരിയാ ദേവയാനി, നീ ഇനി മരുമോളെ നന്നായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ, നയനമോക്ക് വേണ്ടതും ഇഷ്ടമുള്ളതും എല്ലാം കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, അവൾക്ക് ഇഷ്ടമുള്ള എല്ലാം ആദർശ് വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇവൾ ശരിക്കും ഭക്ഷണം കഴിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല, ആകെ മൊത്തം ഒരു വല്ലായിക തന്നെയാണ്, എത്ര പറഞ്ഞാലും ഈ കുട്ടി കേൾക്കില്ല എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ മുത്തശ്ശൻ പറയാം, നയന മോളെ അങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എങ്ങനെയാ, ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ, നേരത്തെ നീ ഇങ്ങനെ ഓടി നടന്നതുപോലല്ലല്ലോ, അപ്പോഴും നിൻ്റെ ബോഡി കുറച്ച് വീക്കായിരുന്നെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ, പിന്നെ ഇപ്പോൾ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞു കൂടിയുണ്ട്, അതിൻ്റെ ആരോഗ്യം കൂടി നീ ശ്രദ്ധിക്കണ്ടേ, അതുകൊണ്ട് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിക്കണം എന്ന് മുത്തശ്ശനും പറയുകയാണ്.
അങ്ങനെ എല്ലാം ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാവരും ഇരിക്കുകയൊക്കെയാണ്. അതേസമയം നമ്മുടെ ജാനകിക്ക് അസുഖമൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇതുപോലെ തന്നെ ജാനകി രാവിലെ ആയിട്ടും എണീക്കുന്നില്ല. അപ്പം അജയൻ ചോദിക്കുന്നുണ്ട്, ജാനകി നിനക്ക് കുറവില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എനിക്ക് വലിയ കുറവൊന്നും തോന്നുന്നില്ല, പക്ഷേ അജയേട്ടാ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. നയന ഗർഭിണിയായിട്ട് നമ്മളൊന്നും വാങ്ങി കൊടുത്തിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണ്ടേ? ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയി നയനയ്ക്കൊരു നല്ല സാരി വാങ്ങി കൊടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, അതിനെന്താ, അതിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, ഒരു നല്ല സാരി വാങ്ങി കൊടുക്ക് ഗിഫ്റ്റായിട്ട് എന്ന് പറയാം. ആ അത് ഞാൻ ചെയ്തോളാം എന്ന് പറയാം. അപ്പം നിൻ്റെ ക്ഷീണമൊക്കെ കുറവുണ്ടോ ജാനകി എന്ന് അജയൻ ചോദിക്കുന്നുണ്ടേ. അപ്പോൾ പറയുന്നുണ്ട്, ക്ഷീണം കുറവുണ്ട്, ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. അപ്പോൾ പറയാണ്, ഞാൻ കൂടി വരണമെങ്കിൽ വരാം ഷോപ്പിങ്ങിനെന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം, ഒരു ഓട്ടോ പിടിച്ചിട്ട് പോയിക്കോളാം, അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ നയനയ്ക്കാണെങ്കിൽ തീരെ വയ്യ. നയനെ കൊണ്ട് ഏടത്തി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. നയനയാണെങ്കിൽ രാവിലെയൊക്കെ നന്നായിട്ട് വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് നയനെ കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഏടത്തെയും പോയിരിക്കുക. അവർ വന്നതിന് ശേഷം ഞാനും ഒന്ന് ഷോപ്പിങ്ങിന് പോകും എന്ന് പറയാം. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, പോയിക്കോ, അതിന് കുഴപ്പമില്ല, എന്നാൽ ജലജയെ കൂടി കൂട്ടിക്കൊണ്ട് പോകാം എന്ന് പറയുന്നുണ്ട് ജാനകി. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, എന്തിനാ ജലജയെ കൂട്ടിക്കൊണ്ട് പോകുന്നത്, നിനക്ക് തന്നെ പോകാമെങ്കിൽ പോ, ഇല്ല ഏടത്തിയെ കൂട്ടിയിട്ട് പോകണം, ഇല്ലെങ്കിൽ ഞാൻ വരാമെന്ന് പറയുമ്പോൾ ജാനകി അറിയാം, ഓ വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം, ഒരു സാരി വാങ്ങാൻ പോകുന്ന കാര്യമല്ലേ ഉള്ളൂ, അത് ഞാൻ തനിയെ പോയിക്കോളാം. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, നിനക്ക് നല്ല ക്ഷീണമുണ്ട്, ഡോക്ടർ ഒരുപാട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാണ്, ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പം ജാനകി അറിയാം, പിന്നെ എനിക്ക് അത്ര വലിയ അസുഖമൊന്നുമില്ലല്ലോ, പിന്നെ ഒരു കുറച്ച് BP-യുടെ വ്യത്യാസം, അത് ഈ ഇടയായിട്ട് കുറേ ടെൻഷനൊക്കെ അനുഭവിച്ചു, അതിൻ്റെത് കൊണ്ടാണ്, അതൊക്കെ മാറി, ഞാൻ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് പറയാം. അങ്ങനെ നയനയും ദേവയാനിയും ഒക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരിക. അപ്പോൾ നയനയും കൊണ്ട് വരുമ്പം തന്നെ എല്ലാവരും നോക്കി നിൽക്കും. എന്നിട്ട് മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ദേവയാനി, നയനമോക്ക് എന്താ ഇത്ര ക്ഷീണം എന്ന് ചോദിക്കുമ്പോൾ, അത് ഈ സമയത്ത് ഉള്ളതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്, ട്രിപ്പിട്ട് കുറച്ച് നേരം കിടത്തി, ആ ക്ഷീണമൊക്കെ മാറി, അപ്പം ഇവിടെ വന്നിനി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് നയനയും കൊണ്ട് അകത്തേക്ക് കയറി പോവുക. അപ്പോഴാണ് നമ്മുടെ ജാനകി ഇറങ്ങി വരുന്നത്. അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, എവിടെ പോവാ ജാനകി, നീ ഈ രാവിലെ നീ എങ്ങോട്ടാണെന്ന് ചോദിക്കുക. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഞാനൊന്ന് കട വരെ പോവുകയാണ്, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുക. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്താ നീ ഷോപ്പിങ്ങിന് തനിയെ പോകുന്നത്, ഒന്നെങ്കിൽ ഞാനോ അല്ലെങ്കിൽ അജയനോ ഒക്കെ കൂടെ വരാറുണ്ടല്ലോ, ഇതാരെയും കൂട്ടാതെ എന്താ പോകുന്നതെന്ന് ചോദിക്കുക. അപ്പം ജാനകി പറയുന്നുണ്ട്, ഏടത്തിയെ വിളിക്കണമെന്ന് വിചാരിച്ചതാ, അപ്പോഴല്ലേ നയനയ്ക്ക് വയ്യാതിരിക്കുന്നത്, നയനയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു, പിന്നെ അജയേട്ടൻ ഓഫീസിൽ പോകണമല്ലോ, വെറുതെ അജയേട്ടനെയും കൊണ്ട് പോയി, ആ സമയമൊക്കെ വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ, എനിക്കാണ് ഷോപ്പിങ്ങിന് ഒരുപാട് സമയമെടുക്കും, അപ്പോൾ വെറുതെ അജയേട്ടൻ അവിടെ നിന്ന് ദേഷ്യപ്പെടുകയും ചെയ്യും, അതുകൊണ്ട് ഞാൻ തനിയെ പോയിക്കോളാമെന്ന് വിചാരിച്ചാന്ന് പറയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ജാനകി നിൻ്റെ ക്ഷീണമൊക്കെ മാറിയോ, നല്ലതായിട്ട് ക്ഷീണമൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്, ഞാൻ പോവാണെന്ന് പറയാം. അങ്ങനെ ജാനകി അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ജാനകി ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത് തനിയെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജാനകി പോയി ഷോപ്പിങ്ങിന് പോയിട്ട് ഒരു സാരിയൊക്കെ വാങ്ങി ഒക്കെ നിൽക്കുന്ന സമയത്ത് ജാനകിക്ക് ഒരു വയ്യായികയൊക്കെ തോന്നുന്നുണ്ട്, നല്ല തലകറക്കം പോലെയൊക്കെ തോന്നുവാണ്. അതേസമയം നന്നായിട്ട് മഴയൊക്കെ വരുന്നുണ്ട്. ആ മഴ വരുന്ന സമയത്ത് ജാനകി ഓട്ടോ പിടിക്കാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു തലകറക്കം പോലെ തോന്നിയിട്ട് ആ റോഡിലേക്ക് ജാനകി അങ്ങ് വീഴുകയാണ്. അങ്ങനെ കുഴഞ്ഞു വീഴുകയാണ് ജാനകി ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ആളുകളെല്ലാം ഓടിക്കൂടി വരും, അതേ ഒരു സ്ത്രീ വീണിരിക്കുന്നു, എന്ത് പറ്റിയതാണെന്നറിയത്തില്ല, അവരിറങ്ങി വഴി അത് കുഴഞ്ഞു വീണു, എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആളിങ്ങനെ കൂടി നിൽക്കുമ്പോഴേക്കുമാണ് നമ്മുടെ നന്ദു പോലീസ് ജീപ്പിൽ അതുവഴി വരികയാണ്. നന്ദു വരുമ്പോൾ ആൾക്കൂട്ടം കണ്ട് നന്ദു ചാടി ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ജാനകിയാണ് കേട്ടോ വീണ് കിടക്കുന്നത്. അപ്പോൾ ആൾക്കാരെല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയതാണ്, ഇവർക്ക് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുക നന്ദു. അപ്പോൾ പറയുന്നുണ്ട്, അത് എന്തോ പെട്ടെന്ന് ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്ന വഴി അവർ നടന്നപ്പോഴേ കുഴഞ്ഞു വീണതാണ്, BP കൂടിയതോ ഹാർട്ട് അറ്റാക്ക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറയുമ്പോൾ നന്ദു പറയാം, എന്നിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണോ, ഒരാൾ വഴിയിലിങ്ങനെ വീണ് കിടക്കുമ്പോൾ നോക്കി നിൽക്കാതെ പെട്ടെന്ന് തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ എല്ലാവരും മാറുകയാണ്. അപ്പോൾ നന്ദു പറയാം, എല്ലാവരും മാറുന്നു പറഞ്ഞ് നന്ദു താങ്ങിയെടുക്കുകയാണ് നമ്മുടെ ജാനകിയെ. കുറച്ച് പോലീസുകാരുണ്ട്, എന്നിട്ട് പോലീസ് ജീപ്പിൽ കയറ്റി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പം ജാനകിക്ക് ബോധമൊന്നുമില്ല. അപ്പോൾ വിളിക്കുന്നുണ്ട്, ആൻറ്റി എന്നൊക്കെ വിളിക്കുകയാണ്. പക്ഷേ ജാനകിക്ക് ബോധമില്ലാത്ത കാരണം ഒന്നും അറിയുന്നില്ല. അങ്ങനെ വെള്ളമൊക്കെ മുഖത്ത് തളിച്ച് അല്പം ബോധമൊക്കെ വീഴുന്നുണ്ട്. അങ്ങനെ ജാനകിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ICUവിലോട്ട് തന്നെ ജാനകിയെ കൊണ്ടുപോയി നോക്കുക. അപ്പം നന്ദു ടെൻഷൻ അടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക, എന്ത് പറ്റിയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് അനിയെ വിളിക്കുകയാണ് കേട്ടോ നന്ദു.
എന്നിട്ട് അനിയോട് പറയുന്നുണ്ട്, അനി ഒരു അത്യാവശ്യ കാര്യമുണ്ട് പറയാൻ. നിൻ്റെ അമ്മ വഴിയിൽ വീണ് കിടക്കുന്ന കണ്ടാണ് ഞാൻ അതുവഴി വന്നപ്പോൾ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, ICUയിലോട്ട് മാറ്റിയിരിക്കുക. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ വരണമെന്ന് പറയുക. അനിയാണെ ആദർശിനെ വിളിച്ച് പറഞ്ഞാൽ ആദർശവും അനിയും കൂടെ ഓടി ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്പം ജാനകി ICUയിലാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ട്, നന്ദുവും വെളിയിലുണ്ട്. അപ്പം നന്ദു ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്ത് പറ്റിയതാ, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അത് കുറച്ച് BP കൂടിയിട്ട് തല കറങ്ങി വീണതാണ്. ഏതായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നത് നന്നായി. ആരാ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയാൻ, ഞാനാ കൊണ്ടുവന്നതെന്ന് പറയാണ്. എന്തായാലും ആ സമയത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തോന്നിയത് വളരെ നന്നായി. കുറച്ചുകൂടി താമസിച്ചിരുന്ന ജീവൻ തന്നെ ആപത്തായിരുന്നു. എന്തിനെങ്ങനെ വയ്യാത്തവരെ ഒറ്റയ്ക്ക് വിടുന്നത്? അവർക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് വയ്യായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഇവിടുത്തെ റിപ്പോർട്ടിലൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ്. അപ്പം അനി പറയുന്നുണ്ട്, അമ്മ പെട്ടെന്ന് തനിയെ പോയിക്കോളാം, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് പോയതാ എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇപ്പോൾ ഒന്ന് എനിക്ക് കയറി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ശരി കണ്ടോളൂ, നിങ്ങൾ കയറി കണ്ടോളൂ എന്ന് പറയാണ്. അങ്ങനെ നന്ദുവും അതുപോലെ തന്നെ അനിയും ആദർശും കൂടി കാണാനായിട്ട് കയറുകയാണ് കേട്ടോ നമ്മുടെ ജാനകി. അപ്പോൾ ജാനകിക്ക് കുഴപ്പമൊന്നുമില്ല, ജാനകിയുടെ ക്ഷീണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്ദുവിനെ കാണുമ്പോൾ ജാനകി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അനിയെ നോക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, അതേ നിങ്ങളെ കറക്റ്റ് സമയത്ത് ഇവിടെ കൊണ്ടുവന്നത് ഈ കുട്ടിയെ ഈ പോലീസ് ഓഫീസറാണെന്ന് പറയുകയാണ്. അപ്പോൾ നന്ദുവിൻ്റെ നേരെ നോക്കുകയാണ് ജാനകി. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, നന്ദു എങ്ങനെയാണ് ആ സമയത്ത് എന്നെ കണ്ടതെന്ന് ചോദിക്കുക. അല്ല ആൻറ്റി, അവിടുന്ന് സാധനമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങുന്ന വഴിയല്ലേ കുഴഞ്ഞു വീണത്. ആ സമയത്ത് ആൾ കൂടി നിൽക്കുന്നത് കണ്ട് ഞാൻ ആ വഴി വന്നപ്പം പെട്ടെന്ന് വന്ന് നോക്കിയപ്പം കണ്ടപ്പം ഉടനെ കൊണ്ടുവന്നതാണ് എന്ന് പറയാം. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അന്നേരം തന്നെ അങ്ങനെ ചെയ്തത് വളരെ നന്നായി. കണ്ടില്ലെന്ന് നടിച്ച് എത്ര പേരവിടെ നിന്നു. ഈ കുട്ടി അതുപോലെ കണ്ടില്ലെന്ന് നടിച്ച് അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവൻ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും നന്ദുവിനോട് പറയുക ജാനകി, എല്ലാവരും പോയി കഴിയുമ്പോൾ, നന്ദു ഇങ്ങോട്ട് അടുത്തേക്ക് വന്നേന്ന് പറഞ്ഞ് വിളിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദു ഞാൻ നിന്നോട് മാപ്പ് പറയാണ്. ഇപ്പം ഈ സമയത്ത് എനിക്ക് ഉപകരിച്ചത് നീയാ. നിന്നെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചാണെന്ന് എനിക്കറിയാം. എന്തെല്ലാം കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. എന്നിട്ട് നീ അതൊന്നും മനസ്സിൽ വെക്കാതെ എന്നെ ആ സമയത്ത് ഉടനെ തന്നെ ഇവിടെ കൊണ്ടുവന്നില്ലേ. അനാമികയായിരുന്നെങ്കിൽ ചിലപ്പം ആ ദേഷ്യം മനസ്സിൽ വെച്ച് എന്നോട് പെരുമാറിയേനെ, കണ്ടില്ലെന്ന് നടിച്ചേനെ. ഒരു പോലീസ് ഓഫീസറായ നീ അപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസ് ജീപ്പിൽ ഇവിടെ എന്നെ കൊണ്ടുവന്നതുകൊണ്ടാണ് ഇപ്പം എൻ്റെ ജീവൻ രക്ഷപ്പെട്ടതെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ നിൻ്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും നന്ദു. ഞാൻ പലപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് വേറൊന്നും കൊണ്ടല്ല. അനാമിക പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അനിയുടെയും അനാമികയുടെയും ജീവിതം തകരാൻ കാരണം നീയാണെന്നുള്ള ചിന്ത കൊണ്ടാണ് നന്ദു. എനിക്കിപ്പം നിന്നോട് മാപ്പ് ചോദിക്കണം. ഞാൻ പറഞ്ഞതിനെല്ലാം ഞാൻ മോളെ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. നീയും അതുപോലെ നിൻ്റെ ചേച്ചിമാരും ഒക്കെ നല്ല മനസ്സാക്ഷിയുള്ളവരാണ്. നയനയും നീയുമൊക്കെ നല്ല മനസ്സാക്ഷിയുള്ളവരാണെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. പിന്നെ എപ്പോഴോ ഞാൻ ഇങ്ങനെയൊക്കെ മാറിപ്പോയി മോളെ. നയനയെ നിന്നെയൊക്കെ ഞാൻ ഒരുപാട് സ്നേഹിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ അനാമിക നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മാറ്റം എനിക്കുണ്ടായത്. അനിയെക്കുറിച്ച് ഓർത്തിട്ടുള്ള വിഷമം കൊണ്ട് അങ്ങനെ ചെയ്തത്. ഞാൻ മോളോട് അപേക്ഷിക്കുകയാണ്, അനിയെ ഉപേക്ഷിക്കരുത്. അനിയുടെ ഭാര്യയായിട്ട് നന്ദു ഇനി അനന്തപുരിയിലേക്ക് വരണം. അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, അത് എനിക്കും അനിയെ ഇഷ്ടമാണ്, പക്ഷേ ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാവുമെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയണം. അപ്പം ജാനകി ചോദിക്കുക, അതെന്താ മോളെ, ഇത്രയും നാൾ ഞാൻ എതിർത്തു, പക്ഷേ ഞാനിപ്പം എൻ്റെ പൂർണ്ണ മനസ്സോടെ നിന്നെ ഞാൻ സ്വീകരിക്കുകയാണ്. നീ അനന്തപുരിയിലെ മരുമകളായിട്ട് തന്നെ വരണം. അതായിരിക്കും ദൈവനിയോഗം. അതല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് എൻ്റെ അമ്മയ്ക്കും അച്ഛനും അനന്തപുരിയിലെ മരുമകളായിട്ട് എന്നെ അങ്ങോട്ട് വിടാൻ യാതൊരു താല്പര്യവും. അവരുടെ സമ്മതം ഇല്ലാതെ ഈ വിവാഹത്തിനൊന്നും ഞാൻ തയ്യാറുമല്ല. അതുകൊണ്ടാണെന്ന് പറയാം. അപ്പം ജാനകി പറയാണ്, കനകയോടും ഗോവിന്ദനോടും ഞാൻ സംസാരിക്കാം. ഞാൻ പല പ്രാവശ്യം എന്നോട് അജയേട്ടൻ പറഞ്ഞതാ അവിടെ വന്ന് നന്ദാവനത്തിൽ വന്ന് പെണ്ണ് ചോദിക്കാമെന്ന്, നന്ദുവിനെ അനിയുടെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പറയാമെന്ന്. അപ്പോഴൊക്കെ ഞാൻ അജയേട്ടനെ തടയാണ് ചെയ്തത്. അങ്ങനെ ഒരു വിവാഹം നടക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ ആണയിട്ട് പറയാണ് ചെയ്തത്. പക്ഷേ ഇപ്പം ആവശ്യ സമയത്ത് ഉപകരിച്ചത് നിന്നെയാണ്. നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ ജീവൻ രക്ഷിച്ചതല്ലേ നീ. പഴയ വൈരാഗ്യമൊന്നും മനസ്സിൽ വെക്കാതെ എന്നോട് ഇത്രയും കരുണയോടെ ചെയ്താൽ നിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ മനസ്സിലായി മോളെ നിൻ്റെ മനസ്സിൻ്റെ നന്മ. അതുകൊണ്ട് ഞാൻ കനകയും ഗോവിന്ദനെയും വന്നു കണ്ട് കാല് പിടിച്ചിട്ടാണെങ്കിലും ഈ വിവാഹം നടത്തിത്തരും. അതോർത്ത് നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി കേട്ടോ.
അതിനൊക്കെ ശേഷം നമ്മുടെ ജാനകി കനകയും ഗോവിന്ദനെയൊക്കെ കാണാൻ പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കനകയും ഗോവിന്ദനും ഒറ്റ നിപ്പാണ്. ഇല്ല, ഈ വിവാഹം നടക്കില്ല, അനിയും നന്ദു ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല. കാരണം അനന്തപുരിയിലെ മരുമകളായിട്ട് നന്ദുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ലാന്ന് പറയാണ് അവർ. കാരണം നവ്യയും നൈനയും അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ അവരെ അത്രമേൽ വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മാറിയിട്ട് അനിയും നന്ദു ഒന്നിച്ചൊരു ജീവിതമൊക്കെ തുടങ്ങും കേട്ടോ. അത് കുറച്ച് സാഹസികമൊക്കെ ആയിരിക്കുവേ. ആ വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിലൂടെ നമ്മൾ പറയുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്